ക്യാൻസർ മഹാരോഗ പഠന പരമ്പരയുടെ 15ാം ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് സമദോഷ സമാഗ്നിച്ഛ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയമന സ്വസ്ഥ ഇത്യഭിധീയത്തെ എന്ന ആരോഗ്യത്തിൻ്റെ നിർവചനവും ഇതുതന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിൻ്റെ പരിഭാഷ തന്നെയാണ് അവരുടെ മുദ്രാവാക്യമായിട്ടും ആരോഗ്യത്തിൻ്റെ നിർവചനമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഈ വിഷയം നമ്മൾ കഴിഞ്ഞ 14ാം ഭാഗത്തിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ആരോഗ്യത്തെ ഹനിക്കുന്ന കാര്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ധീ ധൃതി സ്മൃതി വിഭ്രംശാത് കർമ്മയത് കുരുതേ ശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷ പ്രകോപനം എന്ന ആചാര്യവചനമായിരുന്നു. അതായത് ധീയിലും ധൃതിയിലും സ്മൃതിയിലുമാണ് രോഗങ്ങളുണ്ടാകുന്നത്. അവയുടെ ഭ്രംശമാണ് രോഗമായി അശുഭമായ കാര്യങ്ങളായി ഭവിക്കുന്നത് എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ നിർവചനവും രോഗം വരാനുള്ള കാരണവും വളരെ ചുരുക്കി ഈ 2 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വീണ്ടും പറയുന്നു, ദുഃപാപം തസ്മാത് ഓഖതി ഉത്പദ്യതേ ഇതി ദുഃഖം. ഇതുതന്നെ മറ്റൊരു ഭാഷയിലും പറയുന്നുണ്ട്, പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. ഇതെല്ലാം ആചാര്യന്മാരുടെ വ്യക്തമായ പഠനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പാപങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവയെ ആചാര്യൻ വീണ്ടും 3ആയി തിരിക്കുന്നു: ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഇങ്ങനെ 3 തരം പാപങ്ങളാലാണ് രോഗം വരുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ ആധ്യാത്മികം എന്നാൽ അതിസൂക്ഷ്മമായത്, ശരീരതലങ്ങൾക്കപ്പുറത്തുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദിബലപ്രവൃത്തം എന്നതിനെ വിശേഷിപ്പിക്കുന്നു. ആദിബലപ്രവൃത്തം എന്നതിനെ സുശ്രുതാചാര്യൻ പറയുന്നത് പിതൃജവും മാതൃജവുമായ കാര്യങ്ങൾ എന്നാണ്. അതായത് പിതാവിൻ്റെ ബീജത്തിൽ നിന്നും സ്പേം, മാതാവിൻ്റെ ഓവത്തിൽ നിന്നും രൂപപ്പെടുന്നതാണ് മനുഷ്യ ശരീരം മാത്രമല്ല, എല്ലാ ജീവികളുടെയും ശരീരം. അപ്പോൾ അവയുടെ സ്വാധീനം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലും ശരീരത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ബുദ്ധിയിലും ചിന്തയിലുമെല്ലാം സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് ആചാര്യൻ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതായത് ബീജവും അണ്ഡവും ശുദ്ധമാണെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കുകയുള്ളൂ എന്ന് അടിവരയിട്ട് പറയുകയാണത്. ബീജം ക്രോമസോം എന്ന് വിളിക്കുന്ന ബീജഭാഗം, ജീനെന്ന് വിളിക്കുന്ന ബീജഭാഗാവയവം, ഇവയൊക്കെ ആനയിച്ചു കൊണ്ടുവരുന്ന രോഗങ്ങളാണ് ഇന്ന് പല കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിൻ്റെ ഉൽപ്പാദനം നടക്കുന്ന സമയത്ത് മാതാവും പിതാവും ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദം വളരെ വിശദമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ അതിസൂക്ഷ്മവും അതിബൃഹത്തുമായ പഠനങ്ങളെയൊക്കെ തിരസ്കരിച്ചു കൊണ്ടാണ് ആധുനിക ശാസ്ത്രമെന്ന് ചിലർ വിളിക്കുന്ന ഒരു വൈദ്യശാസ്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പഴമയോട് വളരെ പുച്ഛവുമാണ്. ഇത് അശാസ്ത്രീയമാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് പൊതുവെ കാണപ്പെടുന്നത്. അതായത് സ്വന്തം മാതാവ് വേശ്യയായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വിഭാഗം വൈദ്യന്മാരുടെ പിടിയിലാണ് നമ്മുടെ ആരോഗ്യം ഇന്നകപ്പെട്ടിരിക്കുന്നത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും പരമ്പരയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ ജന്മബലപ്രവൃത്ത രോഗങ്ങൾ. അവ അന്നജവും ദൗഹൃദാപചാരജ രോഗങ്ങളുണ്ട്. 2 തരം. ഒന്ന് അന്നത്തിൽ നിന്ന്, ആഹാരത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. മറ്റേത് ദോഹദകാലത്ത്, ഗർഭകാലത്ത് ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ അന്നജമായ രോഗങ്ങളെ
വളരെ വിശദമായിട്ട് ആയുർവേദം പഠിക്കുന്നു. ആഹാരമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ മാത്രമല്ല, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും സ്പർശിക്കുന്നതും മണക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും ആഹാരമായിട്ടാണ് ആയുർവേദം കാണുന്നത്. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയെല്ലാം നമ്മുടെ ആഹാരങ്ങളാണ്. ഇവയെല്ലാം ശുദ്ധമായിരുന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ടാകുകയുള്ളൂ. കുഞ്ഞിൻ്റെ ഉൽപ്പാദന സമയത്ത് ഈ കാര്യങ്ങളിലെല്ലാം മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ബുദ്ധിയുള്ള, മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളുടെ തെറ്റുകളുടെ ഭൂരിപക്ഷ ഉത്തരവാദിത്വവും 99% ഉത്തരവാദിത്വവും അച്ഛനും അമ്മയ്ക്കും തന്നെയാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സൂക്ഷ്മമായ ഈ 5 തരം ആഹാരങ്ങൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം മുതലായ 5 തരം ആഹാരം കഴിച്ചാലും രോഗമുണ്ടാകും എന്നാണ്. അതുകൊണ്ട് അവ ശുദ്ധമായിരിക്കണം എന്നാണ് അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ആഹാരങ്ങളുടെ കൂടെ നമ്മൾ നിത്യേന കഴിക്കുന്ന അന്നം, അന്നരസം, അന്നവും അന്നത്തിൽ നിന്നുണ്ടാകുന്ന രസവും ചേർന്നുണ്ടാകുന്ന, അതായത് ഈ 7 കാര്യങ്ങൾ ചേർന്നുണ്ടാകുന്ന വലിയൊരു ലോകമാണ് രോഗങ്ങളുടെ ലോകം. പിന്നെയുമുണ്ട്, അതാണ് ദൗഹൃദാപചാരജ രോഗങ്ങൾ. അമ്മയുടെ ദോഹദകാലത്ത്, അതായത് ഗർഭകാലത്തുണ്ടാകുന്ന രോഗങ്ങൾ. ഈ ഗർഭകാലത്തെ നമ്മൾ പരമ പാവനതയോടെ, പവിത്രതയോടെ, സ്നേഹവാത്സല്യങ്ങളോടെ സംരക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. കുട്ടിയുടെ ഹൃദയവും അമ്മയുടെ ഹൃദയവും ഒറ്റ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അമ്മയിലുണ്ടാകുന്ന ഏത് തരം വികാരങ്ങളും കുഞ്ഞിൻ്റെ മനസ്സിനെയും ശരീരത്തെയും സ്വാധീനിക്കും എന്നൊരറിവ് പൗരാണികന് ഉണ്ടായിരുന്നു. ഈ അറിവിൽ നിന്നാണ് ഗർഭകാലത്ത് അമ്മ സന്തോഷവതിയായിരിക്കണം, ആരോഗ്യവതിയായിരിക്കണം എന്ന് പണ്ടുള്ളവർ നിഷ്കർഷിക്കുന്നത്. അവർ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണരുത്, കേൾക്കാൻ പാടില്ലാത്ത ഭീകരമായ കാര്യങ്ങളൊന്നും കേൾക്കരുത്, അവരെപ്പോഴും പ്രസന്നചിത്തരായിരിക്കണം. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് എന്നുള്ളതാണ് അടിവരയിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ അമ്മയുടെ ഹൃദയത്തിൽ വരുന്ന വികാര വിക്ഷോഭങ്ങളാണ് പല കുഞ്ഞുങ്ങളും ഹൃദ്രോഗികളായി ജനിക്കുന്നതിന് കാരണമായിട്ട് സുശ്രുതൻ ആചാര്യനും വാഗ്ഭടാചാര്യനുമെല്ലാം പറയുന്നത്. അപ്പോൾ ഈ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആയുർവേദത്തിൻ്റെ ആഴം എത്രയാണ്, അതിൻ്റെ പഠനത്തിൻ്റെ ഗൗരവം എത്രയാണ് എന്നെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ ദൗഹദകാലത്ത് ചെയ്യേണ്ട 1-ാം മാസത്തിൽ കഴിക്കേണ്ട മരുന്ന്, 2-ാം മാസത്തിൽ കഴിക്കേണ്ട മരുന്ന്, 3-ാം മാസത്തിൽ ചെയ്യേണ്ട മരുന്ന്, ഇവയെല്ലാം ആചാരങ്ങളായിട്ട് പണ്ടുള്ളവൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആചാരങ്ങൾ തുടങ്ങുന്നത് ജനിക്കുന്ന കാലം മുതൽക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആചാരങ്ങൾ ഉണ്ടാകുന്നത് അവൾ ഋതുമതിയാകുന്ന കാലം മുതൽക്കാണ്. അപ്പോഴുള്ള ചിട്ടകളും അവിടെയുള്ള ചില ആചാരങ്ങളും, ഓരോ സമയത്തും കഴിക്കുന്ന ചില ഔഷധങ്ങൾ, പലതരം കുളികൾ, ഇതെല്ലാം അവളുടെ ഗർഭപാത്രത്തെ പരിശുദ്ധമായി വയ്ക്കുന്നതിനും അതുവഴി ഭാവിയിലേക്കൊരു നല്ല കുഞ്ഞിനെ, ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്നതിനുമുള്ള ആചാര്യൻ്റെ പഠനങ്ങളുടെ ഭാഗമായിരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതായത് ഇന്ന് ആധുനിക ശാസ്ത്രം എത്തിയിരിക്കുന്നത് ആറ്റോമിക തലം വരെയാണ്. അതിനും അപ്പുറത്തുള്ള ക്വാണ്ടം തലങ്ങളിലേക്കും അതിനുമപ്പുറത്തുള്ള മാനസിക തലങ്ങളിലേക്കും അതിനുമപ്പുറത്തുള്ള ഊർജ തലത്തിലേക്കും ആയുർവേദാചാര്യന്മാരുടെ പഠനം നീണ്ടുപോയിരുന്നു, ആഴത്തിൽ പോയിരുന്നു എന്ന് നമ്മൾ അറിയണം. ആ മഹത്തായ പഠനങ്ങളെ അവഹേളിക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള അവരുടെ വിചാരങ്ങൾ, അവർ നടത്തിയ പഠനങ്ങൾ
ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു തെറ്റായ സന്ദേശം എത്തിക്കുന്നത്. അതുവഴി പ്രകൃതി തന്നെ നമുക്ക് എതിരായി മാറുന്നു എന്നറിയുക. ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാനുള്ളത് ആ ആചാര്യപാദങ്ങളെ നന്ദിയോടെ സ്മരിക്കുക, അവരുടെ സംഭാവനകളെ വളരെയധികം സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ കാണുക. വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത തവണ കാണാം. ഇത് ക്യാൻസറിനെക്കുറിച്ച് മാത്രമല്ല, മറ്റ് മഹാരോഗങ്ങളെ കുറിച്ചെല്ലാമുള്ള പഠനം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു രോഗവും ഉണ്ടാകുന്ന വഴികളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമസ്തേ.